நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുവെമ്പാവൈ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. എമ്പാവൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തോഴി എന്നാണ് അർത്ഥം. എൻ്റെ തോഴി എന്ന് വിളിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളാണ് ഈ തിരുവെമ്പാവൈ എന്ന ആ കാവ്യവിഭാഗത്തിൽപ്പെടുന്നത്. അതിനെ നമുക്ക് നീരാട്ട് പാട്ട് എന്ന് വിളിക്കാം. അതായത് തോഴിമാർ നീരാടുമ്പോൾ പാടുന്ന പാട്ട്, നീരാട്ടിന് വേണ്ടി ചെല്ലുമ്പോൾ പാടുന്ന പാട്ടുകളാണ് ഈ പാട്ടുകൾ. തമിഴകത്ത് നിലനിന്നിരുന്ന ഒരു തിരുവെമ്പാവൈ സമ്പ്രദായമുണ്ടായിരുന്നു. വളരെ പ്രശസ്തമായിരുന്നു ഒരു കാലത്തത്. അതായത് തോഴിമാർ പരസ്പരം പാടിക്കൊണ്ട് ഈശ്വരസ്തുതികൾ നടത്തുന്ന ഒരു രീതിവിശേഷമാണ് ഈ തിരുവെമ്പാവയിൽ നാം കാണുന്നത്. അതായത് മാർഗഴി മാസത്തിൽ തിരുവാതിര നാളിൽ സ്ത്രീകൾ തങ്ങളുടെ തോഴിമാരുടെ ഗ്രഹത്തിൽ ചെന്നിട്ട് അവരെ വിളിച്ചുണർത്തുന്നു. എന്നിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് എല്ലാ തോഴിമാരും കൂടി പൊയ്കയിൽ പോയി നീരാടുന്നു. നീരാടുമ്പോൾ അനേകം സ്തുതിഗീതങ്ങളും അവർ ആലപിക്കും. അത് അവരുടെ ഒരു ആഘോഷവേളയാണ്. ഈശ്വരസ്തുതിപരമായ ഗാനങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് അവർ നീരാട്ട് പാടിക്കൊണ്ടാണ് അവർ കുളിക്കുന്നത്. അങ്ങനെ പൊയ്കയിൽ നീരാടിയതിന് ശേഷം അവർ കൂട്ടമായി അടുത്ത ക്ഷേത്രത്തിൽ ചെന്ന് സ്തുതിഗീതങ്ങൾ ആലപിച്ച് പാടും. അങ്ങനെ ഈശ്വരനെ സ്തുതിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ നീരാട്ട് പാട്ടിലുടനീളം കാണുന്നത്. അത് ഈശ്വരസ്തുതി തന്നെ വേണമെന്നില്ല, മറ്റു പല തരത്തിലുള്ള ഗാനശാഖകളും ഈ നീരാട്ടുപാട്ടിൽ തിരുവെമ്പാവയിൽ സാധാരണ നാം കാണാറുണ്ട്. ഇവിടെ ഈ തിരുവെമ്പാവൈ എന്ന ഈ നീരാട്ടുപാട്ടിൻ്റെ രീതിവിശേഷത്തെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് മാണിക്യവാചകർ ഈ പാട്ടുകൾ 20 പാട്ടുകളുണ്ട് ഈ അധ്യായത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മാണിക്യവാചകർ പാടുന്നത് പാട്ടിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം തിരുവണ്ണാമലയിലെ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്. അതായത് ഈ തോഴിമാർ മാർഗഴി മാസത്തിലെ തിരുവാതിര നാളിൽ വെളുപ്പിന് കുളിച്ച് നീരാട്ടുപാട്ടുകൾ പാടിക്കൊണ്ട് തിരുവണ്ണാമലയിലെ ശിവക്ഷേത്രത്തിൽ പോയി സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. അതിനുവേണ്ടി തോഴിമാരെല്ലാവരും കൂടി ചെയ്യുന്ന പാട്ടുകളാണ് ഈ 20 പാട്ടുകൾ. നമുക്ക് അതിലെ ആദ്യത്തെ പാട്ട് നോക്കാം. നോക്കൂ. ആദ്യന്തഹീനം ജ്യോതിസ്വരൂപനെ വാഴ്ത്തി നാം പാടുന്ന പാട്ട് കേട്ടും വാളത്ത നീർമഴിയാളെ ഉറക്കാമോ, കേൾവിക്കുറവോ നിൻ കാതുകൾക്കും, വീതിയിൽ മാതേവർ വാർകടൽ വാഴ്ത്തുന്ന ഗീതങ്ങൾ കേൾക്കവേ പെണ്ണൊരുവൾ പൂമെത്ത വിട്ടങ്ങ് താഴേക്ക് വീണിട്ട് രോമാഞ്ചം പൂണ്ടിട്ട് വിങ്ങി വിങ്ങി എന്തിനും അവാഞ്ഞ് വീണ് കിടക്കെ നീ മാത്രം എന്തീ വിധം എൻ്റെ തോഴി, ഈ വിധമാവത് നന്നല്ല എന്ന് ഞാൻ ചൊൽവത് ചിത്തത്തിൽ വയ്ക്കു തോഴി. അപ്പോൾ ഒരു തോഴി മറ്റൊരു തോഴിയുടെ വീട്ടിൽ പ്രഭാതത്തിൽ മാർഗഴി മാസത്തിലെ പുലർകാലത്തിൽ തോഴി തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ സുഹൃത്ത് ഉറങ്ങിക്കിടക്കുന്ന സുഹൃത്തിനെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് ആ തോഴിയെ സംബോധന ചെയ്തുകൊണ്ട്, തോഴിയെ എഴുന്നേക്കൂ, നേരം വെളുത്തിരിക്കുന്നു,
ഇനിയെങ്കിലും എഴുന്നേക്കൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി പൊയ്കയിൽ കുളിച്ചിട്ട് തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ചെന്ന് ശിവസ്തുതി ആലപിക്കാമെന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ പുലർകാലത്തിൽ ഒരു തോഴി തൻ്റെ സുഹൃത്തായ മറ്റൊരു തോഴിയെ ഉണർത്തുന്ന ഒരു ഉണർത്തുപാട്ടാണ് കൂടിയാണിത്. എന്താണത്? ആദ്യന്തഹീനം ജ്യോതിസ്വരൂപനെ വാഴ്ത്തി നാം പാടുന്ന പാട്ട് കേട്ടും നീ ഉണരേണ്ടത് എന്ത് കേട്ടിട്ടാണ്? പാട്ട് കേട്ടിട്ടാണ്. എങ്ങനെയുള്ള പാട്ട്? ആദ്യന്തഹീനം ജ്യോതിസ്വരൂപനെ വാഴ്ത്തുന്ന പാട്ട്. ജ്യോതിസ്വരൂപനായ ശിവനെ, ബ്രഹ്മത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതം കേട്ടുകൊണ്ട് വേണം നീ ഉണരാൻ. അപ്പോൾ തോഴി ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് മറ്റൊരു തോഴിയുടെ വീട്ടിൽ ചെന്നിട്ട് വെളുപ്പിന് ഉറങ്ങിക്കിടക്കുന്ന അവളെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയാണ്, അല്ലയോ തോഴി, നീ ഇതാ സ്തുതിഗീതം കേൾക്കൂ. ഈശ്വരനെ സ്തുതിക്കുന്ന ജ്യോതിസ്വരൂപനായ ശിവനെ സ്തുതിക്കുന്ന സ്തുതിഗീതം കേട്ടുണരോ. ആ സ്തുതിഗീതം എവിടെയാണ്? വീതിയിൽ മാദേവർ വാർകഴൽ വാഴ്ത്തുന്ന ഗീതങ്ങൾ കേൾക്കവേ പെണ്ണൊരുത്തി. അതായത് വീഥിയിൽ ആൾക്കാർ ഈ പുലർകാലത്തിൽ ഈശ്വരസ്തുതി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ആ സ്തുതിഗീതങ്ങൾ കേട്ട് ഒരു പെണ്ണ് ഉറങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, വീഥിയിൽ മാദേവർ വാർകഴൽ വാഴ്ത്തുന്ന ഗീതങ്ങൾ കേൾക്കവേ പെണ്ണൊരുവൾ പൂമത്ത വിട്ടങ്ങ് താഴേക്ക് വീണു. അവൾ ഈ തോഴി വിളിച്ചു കഴിഞ്ഞപ്പോൾ പൂമത്തയിൽ നിന്ന് എഴുന്നേക്കാൻ പോകുമ്പോൾ താഴേക്ക് വീഴുകയാണ്. എന്നിട്ടോ രോമാഞ്ചം പൂണ്ടിട്ട് വിങ്ങി വിങ്ങി ഏതിനുമാവാഞ്ഞ് വീണ് കിടക്കേ നീ മാത്രം എൻ്റെ വിധം എൻ്റെ തോഴി. അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഉറക്കച്ചടവിൽ അവൾ താഴേക്ക് വീണിട്ട് താഴെ വീണ് കിടന്ന് വീണ്ടും ഉറങ്ങുകയാണ്. അപ്പോൾ തോഴി ചോദിക്കുകയാണ്, പൂമെത്ത വിട്ടങ്ങ് താഴേക്ക് വീണിട്ട് രോമാഞ്ചം പൂണ്ടിട്ട് വിങ്ങി വിങ്ങി എന്തിനുമാവാഞ്ഞു വീണ് കിടക്കേ നീ മാത്രം എന്ത് ഈ വിധം എൻ്റെ തോഴി. നീ മാത്രം എന്ത് ഈ വിധം ഉണരാത്തത്. അതുകൊണ്ട് ഉണരൂ ഉണരൂ എന്ന് തോഴിയെ വിളിച്ച് പറയണം. ഈ വിധമാവത് നന്നല്ല, ഇങ്ങനെ ജീവിക്കുന്ന ഒട്ടും നല്ലതിനല്ല. ഞാൻ ചൊല്ലുന്നത് ചിത്തത്തിൽ വയ്ക്കു തോഴി, എൻ്റെ വാക്കുകൾ നീ മനസ്സിൽ കരുതൂ. എഴുന്നേക്കൂ, ഉണരൂ 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 എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു തോഴി തൻ്റെ സുഹൃത്തായ മറ്റൊരു തോഴിയെ വീട്ടിൽ ചെന്ന് വെളുപ്പിന് വിളിച്ചുണർത്തി എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, ഉണരൂ ഉണരൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ തോഴിയെ ഉണർത്തിക്കൊണ്ട് പൊയ്കയിലേക്ക് പോകാനുള്ള ശ്രമമാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ഉണർത്ത് പാട്ടാണ്. ഉറങ്ങിക്കിടക്കുന്ന തോഴിയെ ഉണർത്തിക്കൊണ്ട് പാടുന്ന പാട്ടാണിത്. അപ്പോൾ ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഉണർത്ത് പാട്ട് സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. ഉണരൂ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണരൂ. അല്ലയോ തോഴി, നീ ഉറക്കത്തിൽ നിന്ന് ഉണരൂ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നീ ഉണർവിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഇത് പ്രതീകാത്മകമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് ഈ ഉണർത്ത് പാട്ട്. ഈ ഉണരൂ ഉണരൂ എന്നുള്ള തോഴിയുടെ വാക്ക്. അപ്പോൾ ഈ തോഴിയുടെ വാക്കിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? ഉണർവ്. ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരൂ. അതായത് നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ഭോഗസുഖങ്ങളിൽ നാം ആലസ്യമാണ്ട് രാജസ താമസ ഭാവങ്ങൾക്കടിമപ്പെട്ട് നാം ഉറങ്ങിക്കിടക്കുകയാണ്. അതായത് ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ബ്രഹ്മസ്വരൂപത്തിൽ ചരിക്കാതെ, ഈശ്വരൻ പാതയിലെ ശിവപാതയിലേക്ക് ശിവമാർഗത്തിൽ ചരിക്കാതെ നാം ജീവിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കത്തിൽ നിന്നുണരൂ എന്നാണ് തോഴിയോടിവിടെ പറയുന്നത്. അതും സ്തുതിഗീതങ്ങൾ കേട്ട് നീ ഉണരൂ. അപ്പോൾ സ്തുതിഗീതങ്ങൾ കേട്ട് അല്ലയോ തോഴി നീ ഉണരുക. അങ്ങനെ ഉണർന്ന് നമ്മൾ ഒരുമിച്ച് പൊയ്കയിൽ കുളിച്ച് തിരുവണ്ണാമലയിൽ പോയി നമുക്ക് ശിവസ്തുതികൾ ആലപിക്കാമെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന തോഴിയെ ഉണർത്തുകയാണ്. അപ്പോൾ ഒരു തോഴി ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ
തോഴിയെ ഉണർത്തുന്ന ഒരു ഉണർത്ത് പാട്ടാണ് ഈ ആദ്യ പാട്ട്. അപ്പോൾ ഇതിലൂടെ ഗഹനമായ ഒരു അർത്ഥമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാം തന്നെ സുഖഭോഗങ്ങളിൽ മുഴുകി അല്ലെങ്കിൽ ലൗകിക സുഖഭോഗങ്ങളിലാണ്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ശിവമാർഗത്തിലേക്ക് ഉണർന്ന് ചരിക്കൂ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഉണർത്തുപാട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. താമസ രാജസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ ഉണർവിലേക്ക് സ്വഭാവത്തിലേക്ക് ബ്രഹ്മസ്വഭാവമായ ശിവത്വത്തിലേക്ക് ശിവമാർഗത്തിലേക്ക് ചരിക്കൂ എന്നാണ് ഇവിടെ മാണിക്യവാചകർ നമ്മെ ഉപദേശിക്കുന്നത്. അത് തോഴിയോട് പറയുന്ന രൂപത്തിലാണ് ഈ ഉപദേശം. അപ്പോൾ ഇത് മാണിക്യവാചകർ നമുക്ക് നൽകുന്നൊരു ഉപദേശം കൂടിയാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് ഉണരൂ. ഇതേ ഭാവം തന്നെ ലീല എന്ന കവിതയിൽ കുമാരനാശാൻ ചിത്രീകരിക്കുന്നുണ്ട്. ഇതിന് സമാനമായ ചില ഭാഗങ്ങൾ മഹാകവി കുമാരനാശാൻ്റെ ലീലാകാവ്യത്തിൽ നമുക്ക് കാണാം. ലീലയുടെ തോഴിയായ മാധവി ലീലയുടെ കാമുകനെ അന്വേഷിച്ച് നടന്ന് അവസാനം കണ്ടെത്തി ഉറങ്ങിക്കിടക്കുന്ന തോഴിയെ ഉണർത്തുന്ന ഒരു ഉണർത്തുപാട്ടിൻ്റെ ആരംഭമാണ് ഗുണവതീ നെടുമോഹനിദ്ര വിട്ടുണരുക ഞാൻ നിൻ്റെ മാധവി. ഒരിടത്ത് നിൻ്റെ ഗുണവാനായ കാമുകൻ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അല്ലയോ തോഴി, നീ നിൻ്റെ നെടുമോഹനിദ്ര വിട്ടുണരുക എന്നാണ് പറയുന്നത്. അപ്പോൾ മാധവി തോഴിയായ ലീലയോട് പറയുന്നു, അല്ലയോ തോഴി, നിൻ്റെ പ്രിയനെ കുറിച്ചോർത്ത് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരിടത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അല്ലയോ ലീലേ, നീ നെടുമോഹനിദ്ര വിട്ടുണരുക. അങ്ങനെ ലീലയോട് പറയണം നെടുമോഹനിദ്ര വിട്ടുണരുക. ഇത് മാണിക്യവാചകർ പറഞ്ഞ ഈ നീരാട്ട് പാട്ടിൽ തോഴിയോട് പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ്. ഉണരുക, ഗുണവതി നെടുമോഹനിദ്ര വിട്ട്, മോഹമാകുന്ന നിദ്ര വിട്ട് നീ ഉണരുക. നമ്മളെല്ലാം മോഹനിദ്രയിൽപ്പെട്ട് കഴിയുകയാണ്. ആ മോഹനിദ്രയിൽപ്പെട്ട് കഴിയുന്ന നാം തീർച്ചയായിട്ടും ഉണരണം. കാരണം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പ്രിയൻ ഒരിടത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ പ്രാപിക്കേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. അപ്പോൾ പ്രിയനായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കേണ്ട നാം ഇപ്പോൾ നെടുമോഹനിദ്രയിലാണ്ട് കിടക്കുകയാണ്. അങ്ങനെ നെടുമോഹനിദ്രയിൽ ആണ്ടുകിടക്കുന്ന ലീലയോട് തോഴി മാധവി പറയാണ്, ഗുണവതി നീ ഉണരുക, നെടുമോഹനിദ്ര വിട്ടുണരുക. ഉണ്ടൊരു ദിക്കിൽ നിൻ്റെ പ്രിയൻ ഒരു ദിക്കിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നീ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് എഴുന്നേൽക്കൂ. അങ്ങനെ ഉണർവിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ഉണർവ് എന്ന വാക്കാണ് പ്രധാനം. ഉണർച്ചയിലേക്ക് നാം നടന്നെടുക്കണം. ആ ഉണർച്ച സത്യത്തിൽ നെടുമോഹനിദ്രയിൽ നിന്നുള്ള ഉണർച്ചയാണ്. ഇത് തന്നെയാണ് രമണ മഹർഷി ഉള്ളത് 40 എന്ന കവിതയിൽ ആദ്യ പാടലിൽ പറയുന്ന ഉണർവ്. അവസാന പാടലിലും അദ്ദേഹം ഉണർവ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരൂ. നെടുമോഹനിദ്രയിൽ നിന്ന്, ഈ ആലസ്യത്തിൽ നിന്ന് നീ ഉണർന്ന് ഉണർവിലേക്ക്, പ്രജ്ഞാനം ബ്രഹ്മ എന്ന അവസ്ഥയിലേക്ക് വരൂ. ആ അവസ്ഥയിൽ നിനക്ക് ഈശ്വര സാക്ഷാത്കാരം, നിൻ്റെ പ്രിയൻ്റെ സാക്ഷാത്കാരം കിട്ടും എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഈ നീരാട്ട് പാട്ടിൽ മാണിക്യവാചകരും നമ്മളോട് പറയുന്നത്.
അതായത് അല്ലയോ ഭക്ത, നീ ഉറക്കത്തിൽ നിന്നുണർന്ന് ഉണർവിലേക്ക് വന്ന് ഈ ശിവമാർഗത്തിലേക്ക് സഞ്ചരിക്കുവോ. അങ്ങനെ ശിവമാർഗത്തിൽ പ്രയാണം ചെയ്ത് നീ നിൻ്റെ ജീവിത ലക്ഷ്യമായ ശിവസാമീപ്യം നേടൂ എന്നാണ് മാണിക്യവാചകർ നമുക്ക് നൽകുന്ന ഉപദേശം. ഓം ശിവായ നമഃ.